SITയെ എല്ലാവരും പ്രകീർത്തിച്ചു ഇരുന്നു. ഗവൺമെന്റും പബ്ലിക്കും ഈ കൊള്ള പൊഴിക്കാനായിട്ട് കൃത്യമായ ഒരു അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരുന്നു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ കണ്ഠരര് രാജീവരയുടെ അറസ്റ്റ് അത് ഈ തട്ടിപ്പും വെട്ടിപ്പിൻ്റെയും ഏതെങ്കിലും രീതിയിലുള്ള പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊരു എവിഡൻസ് വന്ന ശേഷമാണോ എന്ന് നമുക്കറിയില്ല. ആണെങ്കിൽ അത് നിലനിൽക്കും. അല്ലെന്നെങ്കിൽ 13-ാം തീയതി തന്നെ അങ്ങേര് ജാമ്യത്തിന് ആ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 14 ദിവസം റിമാൻഡ് ചെയ്തെങ്കിലും താൻ നിരപരാധിയാണ്, തനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കോ വേറെ ബിനാമിയായിട്ടോ എവിടുന്നെങ്കിലും പണം ഈ സ്വർണ്ണത്തട്ടിപ്പിൻ്റെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് SIT കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ അത് കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് തന്ത്രിക്ക് ജാമ്യം ലഭിക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെ ജാമ്യം ലഭിച്ചാൽ തീർച്ചയായിട്ടും മറ്റു പ്രതികൾക്ക് അതൊരു ക്ലെയിമായിട്ട് വരും. പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് ആയിട്ടുള്ള പണം മറ്റുള്ളവരെല്ലാവരും കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജിലൻസിലേക്കൊക്കെ ആ കേസ് പോയത്. വിജിലൻസ് ആംഗിളിലും അവർ പക്ഷേ തന്ത്രിക്ക് ആ രീതിയിലുള്ള ഏതെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് SIT പരിശോധിച്ചിട്ടുണ്ടാവും.